വെള്ളാപ്പള്ളിയെ കയറൂരി വിടുന്ന CPIM ലൈനിനോട് കാന്തപുരത്തിന് കടുത്ത അതൃപ്തി. കേരളം ഭരിക്കുന്നവർ വർഗീയത പ്രചരിപ്പിക്കുന്നവരോട് ഒരിക്കലും കൈ കൊടുക്കരുതെന്ന് കാന്തപുരം. LDFിൽ CPIക്ക് പിന്നാലെ നാഷണൽ ലീഗും എതിർപ്പുമായി രംഗത്ത്. വെള്ളാപ്പള്ളിയെ പൊതുശല്യമെന്ന് വിളിച്ച് നാഷണൽ ലീഗ് നേതൃത്വം. വെള്ളാപ്പള്ളി വർഗീയവാദിയല്ലെന്ന് MV ഗോവിന്ദൻ. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയ നടപടി ശരിയെന്ന് മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയെ താൻ കാറിൽ കയറ്റില്ലെന്ന് ബിനോയ് വിശ്വം. LDFിന് തലവേദനയായി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോഴും അതിനെ തള്ളിപ്പറയാത്ത CPIM നിലപാടിൽ കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കടുത്ത അതൃപ്തി. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരള യാത്രയിൽ കാസർഗോഡ് പ്രസംഗിക്കുമ്പോഴാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സർക്കാരിന് പരോക്ഷ സൂചന നൽകിയത്. കേരളം ഭരിക്കുന്നവർ തെക്കും വടക്കും വ്യത്യാസം കാണരുതെന്നും വർഗീയത പ്രചരിപ്പിക്കുന്നവരോട് ഒരിക്കലും കൈ കൊടുക്കരുതെന്നും കാന്തപുരം പറഞ്ഞു. എല്ലാവരും മനുഷ്യരാണെന്ന പരിഗണന കൈവിട്ടു പോകാൻ പാടില്ല. ഒരാൾ സഹജീവികൾക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അയാളുടെ വർഗം നോക്കി വിലയിരുത്തി നിരുത്സാഹപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാവരുത്. സ്വസ്ഥമായ ജീവിതം എല്ലാവരുടെയും അവകാശമാണ്. കേരളം ഭരിക്കുന്നവരും രാജ്യം ഭരിക്കുന്നവരും മനുഷ്യരെ ഒരുപോലെ കാണണമെന്നും കാന്തപുരം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനോട് ദീർഘകാലമായി അടുത്തു നിൽക്കുന്ന AP സുന്നി വിഭാഗം വെള്ളാപ്പള്ളി നടേശന്റെ നാക്കിന് ലൈസൻസ് ഇല്ലാതെ വിദ്വേഷ പരാമർശം നടത്തുന്നതിലും അതിനെ CPM എതിർക്കാത്തതിലും വലിയ അമർഷത്തിലാണ്. ഈ വികാരമാണ് കാസർഗോഡ് വെച്ച് കാന്തപുരം ഉസ്താദ് പ്രകടിപ്പിച്ചത്. LDFിലും വെള്ളാപ്പള്ളി നടേശൻ ഒരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ വെള്ളാപ്പള്ളി നടേശൻ LDFിന്റെ മുഖമാകാൻ ശ്രമിക്കുന്നതിനെതിരെ CPI ശക്തമായി രംഗത്ത് വന്നിരുന്നു. CPIയെ ചതിയൻ ചന്തുവെന്ന് വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചതും വിവാദമായിരുന്നു. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റുമായിരിക്കും, താനാണെങ്കിൽ കാറിൽ കയറ്റില്ലെന്ന് ബിനോയ് വിശ്വം ആഞ്ഞടിച്ചിരുന്നു. ഇത് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചു. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് ശരിയെന്നും ബിനോയ് വിശ്വമല്ല പിണറായി വിജയനെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇതിനു പിന്നാലെ വെള്ളാപ്പള്ളി വർഗീയവാദിയല്ലെന്ന് പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വരികയും ചെയ്തു. LDFിൽ വെള്ളാപ്പള്ളിയെ ചൊല്ലി CPMും CPIയും കടുത്ത ഭിന്നത തുടരുന്നതിനിടെ മറ്റൊരു ഘടകകക്ഷിയായ നാഷണൽ ലീഗും വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന ഇറക്കി രംഗത്തു വന്നു. SNDPയുടെ തലപ്പത്തിരുന്ന് വർഗീയ വിദ്വേഷ വംശീയ പ്രസ്താവനകൾ തുടരുന്ന വെള്ളാപ്പള്ളി നടേശൻ നാരായണ ഗുരുവിന്റെ മൂല്യങ്ങളെ അവഹേളിക്കുകയാണെന്നും മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശൻ പൊതുശല്യമായി മാറിയിരിക്കുകയാണെന്നും നാഷണൽ ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൽ അസീസ് വാർത്താക്കുറിപ്പിൽ പ്രതികരിച്ചു. വംശീയ വിദ്വേഷ പ്രചാരകനായി വെള്ളാപ്പള്ളി മാറി. മനസ്സിൽ കുമിഞ്ഞുകൂടിയ വെറുപ്പാണ് തീവ്രവാദി എന്ന് വിളിക്കാൻ കാരണമാകുന്നത്. ഉന്നത സ്ഥാനീയനായ വെള്ളാപ്പള്ളി സഭ്യവും പക്വവുമായി പെരുമാറണം. സാമൂഹിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പിൻവലിക്കുകയും ആവർത്തിക്കാതിരിക്കുകയും വേണം. വെള്ളാപ്പള്ളിയെ ഇടതുപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്. വർഗീയ വംശീയ പ്രസ്താവനകൾക്കെതിരെ സർക്കാർ നിയമ നടപടികൾ സ്വീകരിക്കണം. വെള്ളാപ്പള്ളിയുടെ വാക്കുകളുടെ ചുവട് പിടിച്ച് അരങ്ങേറുന്ന വർഗീയ പ്രചാരണങ്ങളെ കരുതിയിരിക്കണമെന്നും NK അബ്ദുൽ അസീസ് പറഞ്ഞു. LDF സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ലീഗ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായും AP സുന്നി വിഭാഗവുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നാഷണൽ ലീഗ് നേതൃത്വവും അണികളും വെള്ളാപ്പള്ളി വിഷയത്തിൽ CPIMന്റെ മൃദു സമീപനത്തിൽ അസംതൃപ്തരാണ് എന്നത് UDFിനെ സംബന്ധിച്ച് ശുഭവാർത്തയാണ്. വിദ്വേഷ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളിയെ അകറ്റി നിർത്തണം എന്ന CPI നിലപാടിനോടാണ് കാന്തപുരവും നാഷണൽ ലീഗുമെല്ലാം സമരസപ്പെടുന്നത് എന്നത് CPMന് മുഖവിലക്കെടുക്കാതിരിക്കാൻ കഴിയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.